കാലാവസ്ഥാ അറിയിപ്പുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മഴയുണ്ടാകുമെന്നുള്ള പ്രവചനം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ മഴ ലഭിച്ചു എന്നുള്ളതാണ്. അത് കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ഒരു പെട്ടെന്നുള്ള മാറ്റമാണ് ആ മഴയ്ക്ക് കാരണമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ മാപ്പിൻ്റെ സഹായത്തോടെ പരിശോധിക്കുമ്പോൾ ഇനിയുള്ള സമയത്തും കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രത്യേകിച്ച് തീരദേശ മേഖലയിലും മലയോര മേഖലകളിലും കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇത് കണ്ട ഈ നീല നിറത്തിൽ, കേരളത്തിൻ്റെ ഈ മാപ്പിൽ നീല നിറത്തിൽ കാണുന്ന ഈ ഭാഗത്തൊക്കെ കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അതായത് കാറ്റിൻ്റെ വേഗത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് തീരദേശത്ത് ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്ന പ്രവചനം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കാറ്റിൻ്റെ വേഗത കൂടുതലാണ്. അതുകൊണ്ട് ജാഗ്രത വേണ്ടത് പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ തന്നെയാണ്. ഒപ്പം മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയേണ്ടത്, ഈ കാലാവസ്ഥാ അറിയിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നലെ ഇപ്പോൾ പലയിടത്തും അലർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഈ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥ മാറ്റമാണ് ഈ കൂടുതൽ മഴ പെയ്യാൻ, അതായത് കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ പെയ്തു. ഇതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, ഈ വെള്ളപ്പൊക്കത്തിനും ഒക്കെ കാരണമായിരിക്കുന്നത് അതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള, അതിനെ എങ്ങനെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇനിയുള്ള. അപ്പം മുമ്പ് പ്രളയം വന്ന സമയത്തൊക്കെ ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്തത്. അത് തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്.